ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല കിടിലൊരു ട്രാവലറോട് പരിചയപ്പെടുന്നുണ്ട്. അതെ, കോസ്റ്റിനാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാ. കാരണം റബ്ബർ നിട്ട് കളയാൻ നേരമില്ല, വേഗം പരിപാടി നിർത്ത് പോവാം. ഇങ്ങനെയുണ്ടെങ്കിൽ ഒരു 300 രൂപ ഉണ്ടാവും കേട്ടോ. കോസ്റ്റ് നമ്മുടെ ഇതാണ് കോസ്റ്റ് കേട്ടോ. പ്യുവർ വിയറ്റ്നാം ബ്രാൻഡ് കേട്ടോ. നമ്മുടെ ഹാൻഡ് മെയ്ഡ് തായി 6 ഗ്രാമിൽ അടിച്ചേക്കണം, തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് അടക്കം 5 പീസ് ഉള്ളൂ. നമ്മുടെ കൈക്ക് ഒരു പണി കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ലൈറ്റ് ട്രാവലറോട് നോക്കിയ സമയത്താണ് ഇത് നമുക്ക് കിട്ടിയിട്ട് ഈ റോഡ്. ഇതുപോലെയുള്ള നല്ല നല്ല റോഡുകൾ ഓരോ കടകളിൽ വരുമ്പോൾ അവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്നാലും നമുക്കിവിടെ നല്ല നല്ല റോഡുകൾ, വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് റോഡുകൾ നമ്മുടെ ഈ ഏരിയകളിലേക്ക് വരുള്ളൂ. നമ്മൾ ഈ പരിചയപ്പെടുന്ന സാധാരണ പരസ്യത്തിൽ കാണുന്ന യൂട്യൂബേഴ്സിൽ കാണുന്ന റോഡുകൾ മാത്രമേ ഈ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. ഒരു ഗുണവും ഉണ്ടാവില്ല, നമുക്ക് ഗുണം ഉണ്ടാവില്ല, അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ട്രാവലിങ്ങിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മുടെ കയ്യിൽ ഒരു ട്രാവൽ റോഡ്, പുതിയത് ട്രാവൽ റോഡ് തരുന്ന ലൈറ്റ് വെയിറ്റുള്ള ഒരു ട്രാവൽ റോഡ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് റോഡ് കേട്ടോ. ഫയർഫോക്സ് ആണ് ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അറിയില്ല, നമ്മൾ ടെക്നിക്കാൻ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം. നമുക്ക് എന്തായാലും കിട്ടുമെന്ന് നമുക്ക് കഴിഞ്ഞിട്ട് കൈക്കൊരു പണി കിട്ടിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു മാസം കാസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങൾ അൾട്രാ ലൈറ്റാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരാഴ്ച കൂടി ഉള്ളത് നമ്മൾ കാസ്റ്റിംഗ് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. അതായത് ഫയർഫോക്സ് ഇട്ടാ. ഇത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് മുക്കി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കാരണം ഇതൊന്നും ഇവിടെ വരില്ല. ഇവിടെ ഈ കുറേ പേരിട്ട് വെച്ചേക്കണ കുറേ ബ്രാൻഡുകളുണ്ട്, അത് മാത്രമേ ഇവിടെ ഓടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്തിടാം. ഓക്കെ, 7 ഫീറ്റാണ് റോഡ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കട്ടെ. നമ്മൾ തായി തന്നെയാണ് കാസ്റ്റ് ചെയ്യണം, ഗോസ്റ്റാണ് കാസ്റ്റ് ചെയ്യണം. അത് നേരമില്ല, നീ കിട്ടണേ വേഗം കിട്ടണല്ലേ, ഈ പോകണം, അതാണ് ഐഡിയ. ഓക്കെ, കുടഞ്ഞു വരാൻ കുറേ നോക്കിയിട്ട് കിട്ടിയെന്തോ ഭാഗ്യത്തിന് കിട്ടിയാണ്. റോഡ് നമ്മുടെ ഫയർഫോക്സ് ഇട്ടാ 3 പീസ് ട്രാവലർ അൾട്രായിട്ടാണ്. അൾട്രായിറ്റ് അല്ല, ലൈറ്റാണ്. ഇതാണ് വേണ്ട റിയൽ ടെക്നിക്. റോഡ് പിന്നെ അറിയാമല്ലോ, നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഇറങ്ങാറില്ല. കാരണം കൈക്കിട്ട് പണി കിട്ടേണ്ട ഒരു മാസം പോരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 ആഴ്ചത്തോളമായി, അടുത്ത ആഴ്ച തൊട്ട് ഇറങ്ങും നമ്മൾ. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഇവിടെയാണ് കാസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റിന്. ഓക്കെ, ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എഷ്ടിച്ചൊരു 300 രൂപ ഉണ്ടാവും കേട്ടോ. കോസ്റ്റ് നമ്മുടെ ഇതാണ് കോസ്റ്റ് കേട്ടോ. ഓക്കെ, ഒന്നൊരു കാസ്റ്റ് ചെയ്തു. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റോഡ് ഫയർഫോക്സ് എന്ന് പറഞ്ഞ റോഡാണ് കേട്ടോ. വേണ്ട 3 പീസ് ട്രാവൽ റോഡ് പാസ് ചെയ്ത് നോക്കി അടിച്ചാണ് ഇവിടെ. ഇവിടെ ചണ്ടികളുടെ അധികം നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. ഇതാണ് റോഡ് കേട്ടോ. അപ്പോൾ
അതായത് നമ്മൾ കാസ്റ്റിങ് വൈൻഡപ്പ് ചെയ്യേണ്ട നമുക്ക് 3 സ്ട്രൈക്ക് കിട്ടിയാൽ 2 മീനും കയറില്ല. ഗോസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഗോസ്റ്റ് ജസ്റ്റ് കാണിച്ച് ഈ ഫ്രോഗാണ് നമ്മൾ വീഡിയോയിൽ മൊത്തം യൂസ് ചെയ്തിട്ട്. ഇത് സ്മെല് ചെയ്യാൻ എളുപ്പമുണ്ട്. നേരെ ഇത്രയുള്ള പരിപാടി കേട്ടാ. നേരെ ബാഗിലേക്ക് കയറ്റുക, പണി കഴിഞ്ഞ്. അതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ റോഡിൻ്റെ കവറിലുണ്ട്. ഡീറ്റെയിൽസ് റോഡ് കവറുണ്ട് കേട്ടോ. ഇതാണ് റോഡിൻ്റെ കവർ. ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ ആളുകൾ വിചാരിച്ചാൽ വരും, പക്ഷെ ആരും വരുത്തൂല. നല്ല സാധനങ്ങളൊന്നും ഇവിടെ വരില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ആവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നല്ല കാസ്റ്റിംഗ് ഉണ്ട്. മീൻ അത്യാവശ്യം നമുക്ക് അടിച്ച് 3 എണ്ണം അടിച്ച് 2 എണ്ണം കയറി. ലെങ്ത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ലെങ്ത്ത് 210, അതായത് 7 ഫീറ്റ്. ലൂർ വെയിറ്റ് 4 to 18 ഗ്രാം ആണ് ഉള്ളത് കേട്ടോ. 4 to 18. ലൈൻ വെയിറ്റ് 12 to 40 LB ഉണ്ട്. 4 to 18 കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റാണ് റോഡ്. അത്യാവശ്യം വെയിറ്റ് ഭയങ്കര കുറവാണ്. പിന്നെ കാർബൺ കമ്പോണൻറ്റ്, കാർബൺ മെറ്റീരിയലാണ് റോഡിൽ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഫൈബർ മിക്സ് ഉണ്ടാവും, എന്നാലും കാർബണാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് വെയിറ്റ്. ഓക്കെ, എടുത്ത് വയ്ക്കുക സുഖമായിട്ട്. നേരെ ബാഗിലോട്ട് കെട്ടി കഴിഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. നമ്മൾ ഈ റോഡ് ബാഗും കെട്ടിത്തൂക്കി മുകളിൽ വേദനിച്ച് കിടക്കില്ല. നമ്മുടെ ബൈക്ക് നല്ല റോഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് റോഡ് ഇട്ടാ.